എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുമ്പോൾ അധികം ഓയിലിയൊന്നും അല്ലാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കുബൂസ് ചിക്കൻ പോളൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ് ചേർത്ത് കൊടുത്തതിന്. ഓയിൽ ചൂടായി വരുമ്പോൾ 3 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് കൈകൊണ്ട് പിച്ചിയെടുത്ത 250 ഗ്രാം ചിക്കനാണിത്, അത് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിന്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കാം. അങ്ങനെ ചിക്കൻ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ബൗളിൽ 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അല്പം ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മുട്ടയെല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പോള റെഡിയാക്കുന്നത്, ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിന്. വെച്ച് കൊടുക്കുന്ന കുബൂസ് കറക്റ്റ് നിൽക്കാൻ പാകത്തിനുള്ള പാത്രം എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കുബൂസ് എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച കുബൂസാണ്. ഇനി ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് അല്പം ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കുബൂസ് എടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ച മുട്ടയിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ആ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. സൈഡിൽ അധികം ആവാത്ത രീതിയിൽ ബാക്കി എല്ലാ ഭാഗത്തും ഇതുപോലെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചീസ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ചീസ് സ്ലൈസോ അല്ലെങ്കിൽ മൊസറല്ല ചീസോ ഏതാണോ ചീസ് കയ്യിലുള്ളത് അത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും ഒരു കുബൂസ് എടുക്കുക, മുട്ടയിൽ മുക്കുക, വെച്ച് കൊടുക്കുക, ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫില്ലിങ് തീരുന്നത് വരെ ചെയ്താൽ മതി. മുകൾ ഭാഗത്ത് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 4 കുബൂസാണ് ഇതിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ് ഉള്ളത് അതിനനുസരിച്ചിട്ട് ലെയർ കൂട്ടിയാൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ 4ാമത്തെ കുബൂസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വരുന്ന കുറച്ച് ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫില്ലിംഗ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മുട്ട മിക്സ് ബാക്കി ഉണ്ടാവും, ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നാലാണ് കറക്റ്റ് ആ ഒരു സൈഡെല്ലാം നല്ല നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ വിട്ട് വരുന്നത് മാതിരി ഉണ്ടാവും. അപ്പോൾ മുട്ടൻ്റെ മിക്സ് കുറവാണെങ്കിൽ വീണ്ടും 2 മുട്ടയെല്ലാം മിക്സാക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് ചെറിയ തീയിൽ അടുപ്പിലേക്ക് മാറ്റാം. ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റോളം വെക്കുക. അപ്പോഴത്തേക്ക് ഈ ഒരു ചീസെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടും. ആ ഒരു ചീസെല്ലാം മെൽറ്റായി കിട്ടുന്നത് വരെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ചിട്ടൊരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി
എല്ലാം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോമ്പ് തുറക്കുമ്പോൾ അധികം ഓയിലൊന്നും അല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.